നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സജീവമായ തയ്യാറെടുപ്പുകളുമായി മുന്നണികളൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. യു.ഡി.എഫിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് തന്നെയാണ് ഒരു പടി മുന്നിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ചന്തക്കുന്നിൽ കഴിഞ്ഞ ദിവസം ചുവരെഴുത്തൊക്കെ തന്നെ ലീഗ് പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊപ്പം ചേരുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും മണ്ഡലത്തിൽ ലീഗിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഏകോപനം നിർവഹിക്കുന്ന ശ്രീ ഇസ്മായിൽ മൂത്തടമാണ്. നമസ്കാരം. എങ്ങനെയാണ് മണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ ഒരു സാഹചര്യം വിലയിരുത്തുന്നത്? എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയി? യു.ഡി.എഫ് ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ 10,000-ഓളം വോട്ട് ചേർത്തിയിട്ടുണ്ട്. ഇന്നും വോട്ട് ചേർത്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷ, ഈ സർക്കാരിനെതിരെയുള്ളൊരു ജനവികാരം അത് വോട്ടാക്കി മാറ്റി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വലിയ നിലമ്പൂർ കാണാത്തൊരു ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. 263 ബൂത്താണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. ആ 263 ബൂത്തിൽ ഞങ്ങൾ ചെയർമാൻ കൺവീനർമാരെ പോസ്റ്റിംഗ് നടന്നു. അവിടെ BLA-മാരെ പോസ്റ്റ് ചെയ്തു. അവിടെ വോട്ട് ചേർക്കുന്നു. വോട്ടർ പട്ടിക ഞങ്ങൾ പഠിച്ച് വോട്ടില്ലാത്ത ആളുകളെ വോട്ട് ചേർത്ത് മുന്നോട്ട് പോവുകയാണ്. 2016 നഷ്ടപ്പെട്ട മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തിരിച്ചുപിടിക്കും. അതാണ് തിരിച്ചുപിടിക്കും, യാതൊരു സംശയമല്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇപ്പോൾ 2 ആളുകളുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിലൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വേണ്ടതില്ല, അങ്ങനെ ഒരു നിലപാടൊക്കെ ലീഗിന്? ഇതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ലീഗിനൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഒന്ന്, ലീഗ് സ്ഥാനാർത്ഥിയെ നോക്കുന്നില്ല, കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൈപ്പത്തിയാണ് ചിഹ്നം. ആര് AICC പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെയും ഇരു കൈ നീട്ടി സ്വീകരിച്ച് ഈ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പ്രവർത്തനം നടത്തി വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് ഞങ്ങൾക്ക് പ്രസക്തിയില്ല. എങ്കിലും മണ്ഡലത്തെ സംബന്ധിച്ച് പരിചയ സമ്പത്തുള്ള ഒരാൾ വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു യുവ പ്രതിനിധി വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ പ്രാദേശിക തലത്തിൽ നിന്ന്? അങ്ങനെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല. അതൊക്കെ കോൺഗ്രസിൻ്റെ സീറ്റാണ്. കോൺഗ്രസ് അതൊക്കെ ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോട് PV അൻവറിനെ പോലെ ഒരാൾ നിർദ്ദേശം വെക്കുന്നതിന് എങ്ങനെയാണ് ലീഗ് നേതൃത്വം കാണുന്നത്? അല്ല, PV അൻവർ വേറൊരു പാർട്ടിയും PV അൻവർ ഇവിടെ MLA ആയ ഒരാളല്ലേ. അപ്പോൾ PV അൻവറിൻ്റെ അഭിപ്രായം, അത് PV അൻവർ എന്ത് കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്? പക്ഷേ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ലീഗിടെ എനിക്ക് ഇപ്പോഴും പറയുന്നത് PV അൻവർ ഇന്നാൾ സ്ഥാനാർത്ഥി ആകണമെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് അവിടുന്ന് ഒരുപാട് പുറകോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ PV അൻവർ ഇന്നാൾ സ്ഥാനാർത്ഥി ആകട്ടെ. PV അൻവറിൻ്റെയും ഞങ്ങളുടെയും നിലമ്പൂരിലെ 2,30,000 വോട്ടർമാർ ഒറ്റ ലക്ഷ്യം പിണറായിയെ പരാജയപ്പെടുത്തുക, ഈ രണ്ടാം സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ പരാജയപ്പെടുത്തുക, ജനവിരുദ്ധ വികാരങ്ങൾ ആളുകൾക്ക് വോട്ടാക്കി മാറ്റിയെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. PV അൻവർ പറയുന്ന ഒരു സംവിധാനത്തിലാവില്ല സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസിന് അതിൻ്റെതായ രീതി ഉണ്ടാവും അല്ലേ? ഉണ്ടോ? കോൺഗ്രസ് പാർട്ടിയല്ലേ? അല്ല, 2 ആളല്ലേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിലൊക്കെ 4-5 ആളുകൾ കോൺഗ്രസ് ഉണ്ടാകാറുണ്ട്. പ്രഖ്യാപിച്ച കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആൾ, എനിക്ക് നിങ്ങളോട് തിരിച്ചാണ് ചോദിക്കാനുള്ളത്. കോൺഗ്രസിന് 2 സ്ഥാനാർത്ഥികളുണ്ട്, അതിലൊരാളെ നിർത്തും എന്ന് കൂട്ടുക. CPM അല്ല ഇവിടെ സിറ്റിംഗ് സീറ്റ്. CPM-നാണല്ലോ ഇവിടുത്തെ MLA ഉണ്ടായിരുന്നത്. 9 വർഷക്കാലം MLA CPM ആയിരുന്നല്ലോ. CPM-ന് ആരാ സ്ഥാനാർത്ഥി? ഒരാളെ പേര് പറയാൻ ധൈര്യം? കോൺഗ്രസ് 2 ആളെ പേര് പറയുന്നുണ്ടല്ലോ. CPM-ന് 2 ആളല്ല, 1 അല്ല 2 അതിലാളുകളെ കൂടുതൽ പേര് പറയല്ല ഒരു ധൈര്യം CPM-ന് ഇപ്പോൾ നിലമ്പൂരിലുണ്ടോ? ഇവിടെ ജയിക്കുമെന്ന് അവർ പറയാമെന്നല്ലാതെ ഏത് ബേസിലാണ് അവർ ജയിക്കുന്നത്? എന്താണ് 9 വർഷമായിട്ട് എന്താണ് അവരിവിടെ കൊണ്ടുവന്നത്? അപ്പോൾ അവരിങ്ങനെ ഞങ്ങൾ എത്ര കാലമായിരുന്നു കേൾക്കുന്നുണ്ട് ബൈപ്പാസ് റോഡ് എല്ലാ ബഡ്ജറ്റിലും 1000 കോടി വല്ലുണ്ട്. പക്ഷേ ആ കോടി പേപ്പറിൽ ഒതുങ്ങുന്നത്. ഇപ്പോഴും വന്നത് ഏസ് കൊടുക്കാൻ എന്താ മുടക്ക്? ധനകാര്യ വകുപ്പ് ഒരു മിനിറ്റ് വിചാരിച്ചില്ല, അതിന് 9 കൊല്ലം വെയിറ്റ് ചെയ്യണം. പൈസ നാട്ടുകാർക്ക് ഭൂമിയുടെ വില നിർണ്ണയിച്ച് ആ വില കൊടുക്കാൻ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ മാറാൻ എന്ത് സാധിക്കും? ആ പൈസ മാറുമ്പോഴേ ഇത് യാഥാർത്ഥ്യമുള്ളൂ. നിലമ്പൂരിൽ കോളേജ് വന്നു, ആര്യാടൻ മന്ത്രിയാകുമ്പോൾ, അബ്ദുറബ്ബ് മിനിസ്റ്റർ ആകുമ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുമ്പോൾ ആ കോളേജ് എവിടെയാണ്? ഇവിടെ നിന്ന് കോളേജ് പൂക്കോട്ടുംപാടത്ത് കൊണ്ടുപോയി, പൂക്കോട്ടുംപാടത്ത് 2 കൊല്ലം കെട്ടെടുത്ത് വാടക കെട്ടെടുത്ത് പ്രവർത്തിച്ച് അത് വീണ്ടും നിലമ്പൂരിൽ. അതിന് സ്ഥലം കിട്ടിയോ? സ്ഥലം ശരിയാകുമെന്നല്ല, ശരിയാകപ്പോൾ എല്ലാം ശരിയാക്കാനാണ് ഈ സർക്കാർ വന്നത് 9 കൊല്ലം മുമ്പ്. ഒന്നും ശരിയായിട്ടില്ലല്ലോ. അപ്പോൾ കോളേജിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് പരാതിയുണ്ട്. ഏത് വിഷയത്തിലാണ്? ഇപ്പോൾ ഈ ഹൈവേ പറയുന്നത്, ഈ ഹൈവേ യാഥാർത്ഥ്യം തമ്പുരാട്ടിക്കല്ല് വരെയെങ്കിലും ഒരു റോഡ് ഹൈവേ വേണ്ടേ? ഇപ്പോൾ കാറ്റാടി പാലം കഴിഞ്ഞാൽ ചാത്തമുണ്ട വരെ റോഡുണ്ടോ? റോഡില്ല. അപ്പോൾ ഇതും ആര്യാടൻ മന്ത്രിയാണ് സമയത്ത് വന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ പദ്ധതി വരുന്നത്. ഈ നമ്മളെ മലയോര ഹൈവേ ഇരിട്ടിയിൽ നിന്ന് വന്ന് അങ്ങനെ മുണ്ടേരി, പാലുണ്ട, മൂത്തേടം, കരളായി, അമരമ്പലം, അങ്ങനെ പാലക്കാട്ടേക്ക് പോകണം ഹൈവേയാണ്. അപ്പോൾ ആ ഹൈവേയും കൊണ്ടുവന്നത് UDF-ആണ്. പിന്നെ ഇപ്പം ഞങ്ങളെ കാലത്ത് ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്റർ ആകുമ്പോൾ കൊണ്ടുവന്ന 426 കോടി രൂപയുടെയാണ് നാടുകാണി പരപ്പനങ്ങാടി റോഡ്. നിങ്ങൾ ആ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ റോഡ് എവിടെയാണ്? ആ പണം എവിടെയാണ്?
അപ്പോൾ 1600 കോടി ഇവിടെ വികസനം നടന്നതെന്ന് പറഞ്ഞിട്ടില്ല. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു 10 കോടിയുടെ വികസനം ഈ 5 കൊല്ലമായിട്ട് ഈ 9 കൊല്ലമായിട്ട് സർക്കാരിൻ്റെ വന്നിട്ടില്ല. അതാണല്ലോ ഏറ്റവും ഇവിടുത്തെ ആരോഗ്യരംഗത്ത് ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യം. ഇപ്പോൾ അവിടെ കത്ത് ലാബിന് 5 കോടി അനുവദിച്ചു എന്ന് ബഡ്ജറ്റിൽ എന്തെല്ലാം പറയും. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായി മാറും. സർക്കാരിൻ്റെ വിലയിരുത്തലാണ് തീർച്ചയായിട്ടും. സർക്കാരിനെ വിലയിരുത്താനുള്ള ഒരു 140 നിയോജകമണ്ഡലങ്ങൾ അപേക്ഷിച്ച് 3 കോടി ജനങ്ങൾക്ക് വേണ്ടി അവസരം കിട്ടിയത് നിലമ്പൂർക്കാർക്കാണ്. അപ്പോൾ നിലമ്പൂരിലെ ജനം അത് ഫലപ്രദമായി വിനിയോഗിക്കും. വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം. സ്വാഭാവികമായിട്ട് ഒരു പരിചയ സമ്പന്നൻ വരുന്നത് മുതൽക്കൂട്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വരണം എന്നൊരു അഭിപ്രായം. ഞങ്ങൾ അങ്ങനെ ഇന്നാൾ വരണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ തീരുമാനം, അതിൽ ഞങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. എങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ ഒരു പൈതൃകമൊക്കെ നിലനിൽക്കുന്ന മണ്ഡലത്തിൽ മകൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ മുതൽക്കൂട്ടാവില്ലേ? അല്ല, അത് കോൺഗ്രസിൻ്റെ കൈപ്പറ്റിയാണല്ലോ. ആര്യാടൻ ഇവിടെ മത്സരിച്ച കൈപ്പറ്റിയിലാണല്ലോ. കൈപ്പറ്റി മത്സരിച്ചാൽ ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടി പറയേണ്ട കാര്യം, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഗോവിന്ദമാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആര്യാടൻ മുഹമ്മദിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന് നിലമ്പൂരിൽ വിജയിപ്പിച്ച ഒരു ചരിത്രം CPM ഉണ്ട് എന്നുള്ളതാണ്. വേണ്ടി വന്ന മകനെ കൊണ്ടുവരുന്നൊരു വ്യാഖ്യാനം അതിലൂടെ ഉണ്ട്. വരട്ടെ, അപ്പം മറുപടി വരാം. ഇപ്പം അതിന് നമ്മൾ സാങ്കല്പികമായ ചോദ്യത്തിന് മറുപടി വരണ്ട. ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായാലും ഇവിടെ UDF ജയിക്കും. അതിൽ തർക്കമൊന്നുമില്ല. UDF ആണല്ലോ മത്സരിക്കുന്നത്, കൈപ്പത്തിയാണല്ലോ മത്സരിക്കുന്നത്. കൈപ്പത്തിയിൽ ആര് മത്സരിച്ചാലും ജയിക്കും. നിങ്ങൾ കണ്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്. അങ്ങും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ മറ്റൊരു മുതിർന്ന നേതാവും മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചു എന്ന് പറയുന്ന ഒരു പ്രചാരണം വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിലുള്ള ഒരു പ്രതികരണം. അല്ല, ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലല്ലോ. ഞങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ ഇന്നാളെ പറയുന്നതാണ്. അത് UDFൻ്റെ സംസ്കാരത്തിന് ചോദിച്ചാണ്, ലീഗിൻ്റെ സംസ്കാരത്തിന് ചോദിച്ചല്ല. അപ്പോൾ ഞങ്ങളാരെയും കണ്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് AICC പറയുന്ന സ്ഥാനാർത്ഥിയാണ്. അതിലപ്പുറത്തേക്ക് ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ലീഗ് ആര് സ്ഥാനാർത്ഥി വന്നാലും അവരെ ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. ഞങ്ങളതിൻ്റെ ബൂത്ത് തല വർക്ക് ഇവിടെ നടന്നു. ചുങ്കത്തലൊരു മീറ്റിംഗ് കഴിഞ്ഞു, നിലമ്പൂരിൽ മെഗാ കൺവെൻഷൻ കഴിഞ്ഞു, ഇവിടെ ചുമരെഴുത്തുകൾ നടക്കുന്നു. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ വെയിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ട് മതിയെന്ന് ചിന്തിക്കാതെ ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. അത് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് ഇത് ചെയ്യണം. ഈ സർക്കാരിനെതിരെ ഒരു ജനവികാരമുണ്ട്. സർക്കാർ ജനങ്ങളെ പിയ്യാണ്. അപ്പോൾ സർക്കാരിനെതിരെയുള്ള വികാരം വോട്ടാക്കി മാറ്റിയെടുക്കാൻ നിലമ്പൂരിലെ ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിരവധി വികസനം നടക്കാത്ത നിരവധി പ്രശ്നങ്ങൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷത്തോളമായി ഇവിടെ MLA ആയിരുന്ന ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന PV അൻവർ, അതേ PV അൻവർ നിങ്ങളുടെ പാളയത്തിലേക്ക് നിങ്ങളെ പിന്തുണച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. പിന്തുണക്കുമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വിരോധാഭാസം നിലനിൽക്കുന്നില്ല. അൻവറിനെ കൂട്ടുപിടിച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ അൻവർ അല്ല തടസ്സമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണല്ലോ ഇപ്പോൾ 227 കോടി ഒരു ദിവസം കൊണ്ട് പാസ്സാക്കി. അപ്പോൾ തടസ്സം ആരായിരുന്നു? സർക്കാരായിരുന്നു. അപ്പോൾ സർക്കാർ അൻവറിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അത് അൻവർ ജനങ്ങളോട് പറയും, ഞാനാണോ തടസ്സം, അല്ല ഗവൺമെൻറ്. അപ്പോൾ 227 കോടി രൂപ ഒരു ദിവസം കൊണ്ട് പാസ്സാക്കാൻ സർക്കാരിന് ഒരു സെക്കൻഡ് മതിയല്ലോ. അപ്പോൾ സർക്കാർ നിലമ്പൂരിനോട് ചിറ്റമായ നയം സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ നിലമ്പൂരിലെ ആദിവാസികളോട്, പിന്നോക്ക ജനവിഭാഗങ്ങളോട്, അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ മേഖലയിലും സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയം വോട്ടാക്കി മാറ്റിയെടുക്കുക എന്നാണ് ഞങ്ങൾ ലക്ഷ്യം. അത് ഒരു മുഴ മുന്നേറിയ ഒന്ന് മലപ്പുറം ജില്ലയാണ്. മുസ്ലിം ലീഗിന് നല്ല വേരോട്ടമുള്ള മേഖലയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പോളിസി. 1-ാം ബൂത്ത് തുടങ്ങുന്നത് ബൈക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവ് എന്നാണ്. 263 അവസാനിക്കുന്നത് അമരമലം പഞ്ചായത്തിലെ TK കോളനിയിൽ. അപ്പോൾ ഈ 263 ബൂത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ട്. 1 മുതൽ 46 വരെ ബൂത്ത് വൈക്കടവിൽ, 47 മുതൽ 70 ബൂത്ത് വരെ മൂത്തേടത്ത്, 70 മുതൽ 197 ബൂത്ത് വരെ നമ്മളെ എടക്കര. അങ്ങനെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കണക്ക്. ഈ 263 ബൂത്തിലും ഏത് ബൂത്തിലൊക്കെ UDF ലീഡ് ചെയ്യും, ഏതൊക്കെ ബൂത്തിൽ UDF ലീഡ് ചെയ്യാൻ സാധ്യല്ല എന്നുള്ള കൃത്യമായ കണക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്യാത്ത ബൂത്തും കൂടെ ഞങ്ങളൊന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വിജയിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറയാം, ജയിച്ചാലും ഇവിടെ 10,000 വോട്ട് ജയിച്ചാലും MLA ആവും. അയാൾക്ക് MLA ആകാൻ ഒരു ജനാധിപത്യത്തിൽ 51% വോട്ട് കിട്ടിയാൽ മതി. പക്ഷേ നമ്മളെ ലക്ഷ്യം ഇത് ഒരു ജയമല്ല. ഈ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം വോട്ടാക്കി മാറ്റി ഒരു 10-35,000 വോട്ടിന് ലീഡിന് ജയിപ്പിച്ചെടുക്കുക എന്നാണ് ഞങ്ങൾ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും അൻവറിൻ്റെ പിന്തുണ, എല്ലാവരുടെയും പിന്തുണ മുതൽക്കൂട്ടല്ലേ. ഞങ്ങളെ വോട്ട് കൊണ്ടല്ലല്ലോ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി 68,000 വോട്ടിനോട് ജയിച്ച്. ആ പ്രിയങ്ക ഗാന്ധിൻ്റെ വോട്ട് UDF വോട്ടാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടാണ്. ആ വോട്ട് അതേ പാറ്റേൺ, ആ വികാരം ഇവിടെ നിലനിൽക്കുന്നു. സ്ഥാനാർത്ഥി പ്രിയങ്ക മാറുന്നില്ലല്ലോ. ആ വികാരങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുപോലെയുള്ള ഒരു 35,000 വോട്ടിന് ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ. അൻവറിൻ്റെ വരവ് UDF ഗുണം ചെയ്യും.
വളരെ നന്ദി. എന്തായാലും UDF-നെ സംബന്ധിച്ച് എല്ലാം സർവ്വസജ്ജമാണ്, എല്ലാ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗും UDF ആരെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും അതിന് തൊട്ട് പിന്നാലെ ലീഗ് ഉണ്ടാകും, എല്ലാ പിന്തുണയുമായിട്ട് ലീഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്മായിൽ മൂത്തേടം നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.